തൃശ്ശൂരിൽ UDF-നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ്. അതെല്ലാം UDF-ന് തികച്ചും അനുകൂലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പിച്ചു. ഇന്ന് EP ജയരാജന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തർധാരയുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തു. അന്തർധാര വളരെ ശക്തമാണ്. 18 LDF-ഉം 2 BJP. അതാണ് അവിടുത്തെ അന്തർധാരയുടെ ഫോർമുല. തിരുവനന്തപുരം തൃശ്ശൂരും BJPക്ക്, ബാക്കി 18 സീറ്റിൽ LDF. ഈ ധാരണ ഞങ്ങൾ പൊളിക്കും, ഒരു സംശയവും ഉണ്ടല്ലോ. തൃശ്ശൂരും തിരുവനന്തപുരം BJPക്ക്, 18 LDF-ന്. അതാണ് അന്തർധാരയുടെ ഫോർമുല. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ EP കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണ്. ഒരു ഉന്നത നേതാവിനൊക്കെ എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ടേ പാർട്ടിയിൽ നടക്കൂ. കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശ്ശൂർ CPM ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണ്. അത് അവിടെ പലയിടത്തും കാണാം. CPM-ന്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂർ നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷേ ആ ഡീൽ കോൺഗ്രസ് പൊളിക്കും. 101% പൊളിച്ചിരിക്കും. അതാണ് ഞാൻ 20-20 ജയിക്കുന്നു പറയുന്നത്. അടിസ്ഥാനം എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? കോൺഗ്രസിനെ നശിപ്പിക്കാതെ തന്നെ. അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി. രണ്ടു കാര്യം, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞ പോലെ സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും, കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും. വടകരയിൽ ശക്തമായ മത്സരമാണ്. വടകരയിൽ ഷാഫി ജയിക്കും. ഞാൻ 20 എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വടകരയല്ലേ. ഈ അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അത്തരത്തിലുള്ളൊരു പ്രചാരണമാണ് നടക്കുന്നത്. അതൊക്കെ അത് വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്.